ഹായ് ഓൾ, ഇറ്റ്സ് മീ ഡോക്ടർ ഫാഹിം. യൂറിക് ആസിഡ് വന്നു കഴിഞ്ഞാൽ 5 കാര്യങ്ങൾ ശ്രദ്ധിക്കാം. നമ്പർ 1, നമ്മൾ അവോയ്ഡ് ആൽക്കഹോൾ. മദ്യപിക്കുന്ന ആൾക്കാർക്ക് കൂടുതലായിട്ട് നമ്മൾ ഈ റൊട്ടീൻ ചെക്കപ്പിൽ കണ്ടുവരുന്ന സംഭവമാണ് യൂറിക് ആസിഡും ട്രൈഗ്ലിസറൈഡ് ഒക്കെ ഇപ്പോൾ ഹൈ ആയിരിക്കും. ബിലിറുബിൻ ഹൈ ആയിരിക്കും, SGOT ഹൈ ആയിരിക്കും. സോ യൂറിക് ആസിഡ് ഹൈ ആകുന്ന മെയിൻ കാരണം മദ്യപാനികൾക്ക് കൂടുതൽ കണ്ടുവരുന്നത്. സോ മദ്യപാനം ഉള്ള ആൾക്കാരാണെങ്കിൽ മദ്യപാനം അപ്പടങ്ങ് സ്റ്റോപ്പ് ഇട്ടോ, കുടിക്കണ്ട. ഓക്കെ, അതുപോലെ സ്മോക്കിംഗ് ഒരു കാരണമാണ്. സോ മദ്യപാനം സ്മോക്കിംഗ് ഉള്ള ആൾക്കാർ അവോയ്ഡ് ആൽക്കഹോൾ. ഓക്കെ, രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ റെഡ് മീറ്റ്സ് ആണ്. അതായത് ബീഫ്, മട്ടൻ അടിക്കടി കഴിക്കുന്നത്. കൂടുതൽ മലബാർ മുസ്ലിം ഏരിയകളിലൊക്കെ ഞാനടക്കം എൻ്റെ വീട്ടിൽ എനിക്കും യൂറിക് ആസിഡ്, ഉപ്പാക്കും യൂറിക് ആസിഡ് ഉണ്ടായിരുന്നു. വൺസ് നമ്മൾ നിർത്തിയ ശേഷം അഫ്കോഴ്സ് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. സോ അഫ്കോഴ്സ് ഞാൻ പേഷ്യൻസ് പറയുന്ന കാര്യം കൂടിയാണത്. സോ യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർ ബീഫ്, മട്ടൻ കഴിക്കുന്നത് മാക്സിമം കുറക്കാൻ നോക്കാൻ, കരിച്ചയും പൊരിച്ചും എല്ലാം ഒഴിവാക്കണം. അവോയ്ഡ് റെഡ് മീറ്റ്സ് ആണ് മെയിൻ നോക്കേണ്ടത്. അതിപ്പോൾ പന്നിയിറച്ചിയായാലും ശരി, ബീഫായാലും ശരി, മട്ടൻ ആയാലും ശരി നിർത്താൻ നോക്കാം. ഡക്കിറച്ചി, താറാവ് ഇറച്ചി നിർത്താൻ നോക്കാൻ. അതിലൂടെ വേറെ നിർത്തേണ്ട മെയിൻ കാര്യം എന്ന് വെച്ചാൽ, നിർത്തണമെന്നല്ല, കുറച്ച് അവോയ്ഡ് ചെയ്യാൻ. ഈ ദാല്, പരിപ്പ്, കടല, ഉഴുന്ന്, പിന്നെ അതുപോലെ തന്നെ പയറ്, പിന്നെ സോയാബീൻസ്, ഇങ്ങനെ പ്രോട്ടീൻ ആയിട്ടുള്ള കുറച്ച് കണ്ടൻസ് വെജിറ്റബിൾസിലുണ്ട്. സോ അതും കുറച്ച് നിർത്താൻ നോക്കുക, അവോയ്ഡ് ചെയ്യുക. അധികം ഡെയിലി പരിപ്പറി കഴിക്കുന്ന ആൾക്കാർ, ഡെയിലി പയറ് കറി കഴിക്കുന്ന ആൾക്കാർ പല ആൾക്കാർ പറയും ഞാൻ വെറും വെജ് മാത്രം കഴിക്കുന്നത്, പക്ഷേ എനിക്ക് യൂറിക് ആസിഡ് ഉണ്ട്. കാരണം ഇതായിരിക്കും, ഡെയിലി സോയാബീൻസും ഡെയിലി പയറും ഡെയിലി പരിപ്പും ഡെയിലി കടല പുഴുങ്ങിയതൊക്കെ കഴിക്കുന്ന ആൾക്കാരായിരിക്കും. സോ അത് യൂറിക് ആസിഡ് വരാനുള്ളൊരു കാരണമാണ്. പിന്നെ നാലാമത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ സീ ഫുഡ് ഐറ്റംസ്. സീ ഫുഡ് അതായത് കല്ലമ്മക്കായ്, ചെമ്മീൻ, കൂന്തൽ, ഞണ്ട്, ഇതൊക്കെ ഒരു കാരണമാണ് യൂറിക് ആസിഡ് ഉണ്ടാക്കാൻ. സോ ഇത് ദിവസേന അല്ലെങ്കിൽ ആഴ്ചക്കെല്ലാം കഴിക്കുന്ന ആൾക്കാർ ഒന്ന് നിർത്തിക്കോ, ഒന്ന് ബ്രേക്ക് ഇടാൻ. ഓക്കെ, അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റെഡ്യൂസ് യുവർ വെയിറ്റ്. നമ്മൾ വെയിറ്റ് മെല്ലെ കുറക്കാൻ നോക്കാൻ. ഒരു 80-90 കിലോ ഉള്ള ആൾക്കാരൊക്കെ BMI നോക്കാൻ, ബോഡി മാസ് ഇൻഡെക്സ്. നിങ്ങളുടെ വെയിറ്റ് ഒരു 10 കിലോ പോട്ടെ, ഒരു മാസം ഒരു 4-5 കിലോ കുറക്കാൻ മാക്സിമം നോക്കാൻ. നടക്കാൻ നോക്കാൻ, നല്ല രീതിയിൽ കലോറി ഡെഫിസിറ്റ്, ഭക്ഷണത്തിന് അളവ് കുറച്ച് കുറക്കാൻ നോക്കാൻ, മധുരം ഒഴിവാക്കാൻ, ഒന്ന് നല്ല ഹെൽത്തി രീതിയിൽ നിൽക്കാൻ. മെല്ലെ യൂറിക് ആസിഡ് മെല്ലെ കുറയുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ മരുന്ന് കഴിക്കണം എന്ന് ഒരിക്കലും ഞാൻ പറയും. വേദന ഒക്കെ ഉണ്ടെങ്കിൽ അപ്പാട് ഡോക്ടറെ പോയി കണ്ട് പിന്നെ ഗുളികയിൽ സ്റ്റാർട്ട് ചെയ്തോ. അതല്ല സിംറ്റംസ് ഒന്നും ഇല്ലാതെ യൂറിക് ആസിഡ് 8 ഉണ്ട്, യൂറിക് ആസിഡ് 9 കാണിക്കുന്നത്, എന്താ ചെയ്യേണ്ടത് ഡോക്ടർ? ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുക പറയലുണ്ട്. ഇപ്പോൾ ഞാൻ ഇതാ ഡയറ്റ് പറഞ്ഞു കൊടുക്കും. ഇങ്ങനെ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. 5 സാധനങ്ങളിൽ നിന്ന് ഒന്ന് ശ്രദ്ധിക്കാൻ. ഗ്യാരണ്ടി ആയിട്ട് നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് റിപ്പീറ്റ് നിങ്ങൾ പിന്നെ യൂറിക് ആസിഡ് നോക്കാൻ കുറഞ്ഞിരിക്കും. സോ നിങ്ങൾക്ക് യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർ നിങ്ങൾക്ക് അറിയുകയാണെങ്കിൽ, നിങ്ങളുടെ വീട്ടിലെ വ്യക്തികൾ അങ്ങനെ യൂറിക് ആസിഡ് ഉണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ബൈ.